ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു മിസ് അക്കാഡമി. മിസ് അക്കാഡമിയുടെ പുതിയൊരു ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ആൻഡ് ദെൻ ഗാന്ധി കെയിം എന്ന് പറയുന്ന +1 ഇംഗ്ലീഷ് ഒരു ചാപ്റ്റർ ആണ്. അപ്പോൾ ഈ ചാപ്റ്ററിൽ മെയിൻ ആയിട്ട് ചോദിക്കുന്ന ഒരു നരേഷൻ, അത് മാത്രമല്ല ഇതിലെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസുകളും നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും അവസാനം വരെ കാണാം. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് തന്നെ ചാപ്റ്റർ നരേഷൻ എന്താണ്. പൊതുവെ കുട്ടികൾ എല്ലാവരും കുറച്ച് ടഫ് ആണെന്ന് പറയുന്ന ചാപ്റ്റർ ആണ്, പക്ഷെ ഇത് എങ്ങനെ സിമ്പിൾ ആയിട്ട് പഠിക്കാം, ഇതിൽ എന്താണ് പഠിക്കേണ്ടത് എന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, സിമ്പിൾ ആയിട്ടാണ് കാര്യങ്ങൾ പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ഫസ്റ്റ് തന്നെ And then Gandhi came is a part of Jawaharlal Nehru's book Discovery of India. ഇത് ആദ്യം തന്നെ പഠിച്ചു വെക്കാം. അതായത് ജവഹർലാൽ നെഹ്റുവിന്റെ ഡിസ്കവറി ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ബുക്കിലെ ഒരു ചെറിയ പാർട്ടാണ് And then Gandhi came എന്ന് പറയുന്ന നമുക്ക് ഈ പഠിക്കാനുള്ള ചാപ്റ്റർ. ഓക്കെ, he describes the state of India before Gandhi's arrival. അപ്പോൾ ഇതിൽ ഫസ്റ്റ് തന്നെ പറയുന്നത് എന്താണ്, അതായത് ഇന്ത്യയുടെ അവസ്ഥ എങ്ങനെയായിരുന്നു, അതായത് ഗാന്ധിജി വരുന്നതിന് മുൻപ് ഇന്ത്യയുടെ അവസ്ഥ എങ്ങനെയായിരുന്നു എന്നാണ് ഫസ്റ്റ് ഇതിൽ പറയുന്നത്. ഓക്കെ, World War First had entered, but India was still under British rule. അതായത് ആദ്യത്തെ വേൾഡ് വാർ കഴിഞ്ഞ സമയത്ത് എന്ത് പറഞ്ഞിരുന്നു, നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നൊക്കെ പറഞ്ഞു, പക്ഷെ ആ സമയത്തും എന്തായിരുന്നു, ഇന്ത്യ ബ്രിട്ടീഷ് റൂളിന്റെ എന്താണ് അടിയിൽ തന്നെയായിരുന്നു. ആൻഡ് there was no peace. ഓക്കെ, അപ്പൊ ആ സമയത്ത് എന്തുണ്ടായില്ല, ആർക്കും വലിയ സമാധാനവും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. The British government was passing laws that took away Indians' freedom and martial law was imposed in Punjab. ഓക്കെ, അപ്പൊ എന്താ പറഞ്ഞത് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, ഇന്ത്യൻസിന്റെ ഫ്രീഡം മൊത്തം ഇല്ലാതാക്കുന്ന തരത്തിലുള്ള റൂൾസ് ആണ് ആര് കൊണ്ടുവന്നത്, നമ്മുടെ ബ്രിട്ടീഷുകാർ അവിടെ കൊണ്ടുവന്നത്. ഇന്ത്യ വാസ് ഐസൊലേറ്റഡ് ഫ്രം ദ റെസ്റ്റ് ഓഫ് ദ വേൾഡ് ആൻഡ് ഇന്ത്യൻസ് were struggling with the poverty because they didn't have the skills and technology to develop their country. ഓക്കെ, അപ്പൊ എന്താണ്, മറ്റുള്ള കൺട്രികളിൽ നിന്ന് നോക്കുമ്പോൾ എന്താണ്, ഇന്ത്യ മാത്രം എന്താ ഐസൊലേറ്റഡ് ആയി, ഒറ്റപ്പെട്ടു പോയി. ഓക്കെ, മാത്രല്ല എന്താണ്, ആൻഡ് ഇന്ത്യൻസ് were struggling with poverty. അവിടെ എന്ത് വരാൻ തുടങ്ങി, പോവർട്ടി, ദാരിദ്ര്യം വരാൻ തുടങ്ങി. ബിക്കോസ് they didn't have the skills and technology to develop their country. കാരണം എന്താണ്, അവർക്ക് അവരുടെ കൺട്രി എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യേണ്ടത്, അതിനുള്ള സ്കിൽസോ ടെക്നോളജീസോ ആരുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല, നമ്മുടെ ഇന്ത്യൻസിന്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. ബാക്കി നോക്കാം. No one was there to guide and support them. But still, Indians worked hard day and night to build their country. അവരെ സപ്പോർട്ട് ചെയ്യാനോ അവരെ ഗൈഡ് ചെയ്യാനോ ഇന്ത്യക്കാർക്ക് ആരും കൂടെ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇന്ത്യൻസ് എന്താണ്, കുറെ രാത്രിയും പകലും ഇല്ലാതെ അവർ എന്ത് ചെയ്യാൻ തുടങ്ങി, വർക്ക് ചെയ്യാൻ തുടങ്ങി. എന്തിനു വേണ്ടിയിട്ടാണ്, അവരെ കൺട്രീനെ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ രാവും പകലും എന്നില്ലാതെ വർക്ക് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു. However, they needed guidance as there were many ഇൻജസ്റ്റിസസ് ഹാപ്പനിങ് ഇൻ ഇന്ത്യ. ഓക്കെ, അവർക്ക് എന്ത് വേണമായിരുന്നു, ഒരു ഗൈഡൻസ്, ഒരാൾ എന്താണ് നേതൃത്വം കൊടുക്കാൻ വേണ്ടി ഒരാൾ വേണമായിരുന്നു. കാരണം എന്താണ്, അത്രയും ഇൻജസ്റ്റിസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് എവിടെ നടന്നുകൊണ്ടിരുന്നത്, ഇന്ത്യയിൽ നടന്നുകൊണ്ടിരുന്നത്. ഓക്കെ, That's when Gandhi arrived and everything changed. അങ്ങനെ ഇരിക്കുകയാണ് ഗാന്ധി അങ്ങോട്ട് വരുന്നതും എല്ലാം മാറി മറിയുന്നതും. ബാക്കി നോക്കാം. He showed Indians how they were being exploited by the British and encouraged them to fight back. അപ്പോൾ അദ്ദേഹം എന്താണ് ഇന്ത്യൻസിന് മനസ്സിലാക്കി കൊടുത്തു, നമ്മുടെ ബ്രിട്ടീഷുകാർ എങ്ങനെയാണ് ഇന്ത്യൻസിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നത്, നാശമാക്കുന്നതെന്നും എങ്ങനെയാണ് അവരെ എൻകറേജ് ചെയ്യുക, അവരെ എങ്ങനെയാണ് ഉയർത്തിക്കൊണ്ട് വരാം എന്നും ആര് കാണിച്ചു കൊടുത്തു, ഇന്ത്യൻസിനെ നമ്മുടെ ഗാന്ധിജി കാണിച്ചു കൊടുത്തു. ഓക്കെ, he taught them the importance of fearlessness and truth. അപ്പോ എന്താണ് പഠിപ്പിച്ചു കൊടുത്തത്, ഗാന്ധി എന്താണ് പഠിപ്പിച്ചു കൊടുത്തത്, സത്യം എന്താണെന്നും അതേപോലെ തന്നെ ഒരാളെയും പേടിക്കരുത്, അതും ആർക്ക് പഠിപ്പിച്ചു കൊടുത്തു, ഇന്ത്യൻസിന് നമ്മുടെ ഗാന്ധിജി പഠിപ്പിച്ചു കൊടുത്തു. which helped India move towards the prosperity. അപ്പൊ ഒരു പ്രോസ്പെരിറ്റിയിലോട്ട് ഇന്ത്യനെ നയിക്കാനായിട്ട് കാരണമായത് എന്തൊക്കെയാണ്, ഗാന്ധിജി പഠിപ്പിച്ചു കൊടുത്ത ഈ ലെസൺസ് ആണ് അതിനെല്ലാം കാരണമായത്. ബിഫോർ ഗാന്ധി ഇന്ത്യൻസ് were scared of British and did whatever they were told. അപ്പോ ഗാന്ധിജി വരുന്നതിന് മുൻപ് ഇന്ത്യൻസ് എങ്ങനെയായിരുന്നു, ബ്രിട്ടീഷുകാർ പറയുന്നത് കേൾക്കുക, അവരെ പേടിച്ച് ജീവിക്കുക, അങ്ങനെയായിരുന്നു ആരുടെ ജീവിതം ഉണ്ടായിരുന്നത്, ഇന്ത്യൻസിന്റെ ജീവിതം ഉണ്ടായിരുന്നത്. ഓക്കെ, ബട്ട് ഗാന്ധി ചേഞ്ച് ദാറ്റ്. പക്ഷെ ഗാന്ധിജി എന്ത് ചെയ്തു, അത് ചേഞ്ച് ചെയ്തു എന്നാണ് പറയുന്നത്. ഓക്കെ, he made them realize the importance of truth and helped them become fearless. ഓക്കെ, അപ്പൊ അവരെന്തിനാണ്, അവർക്ക് ട്രൂത്തിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നും ഫിയർലെസ് ആയിരിക്കാനും അവർ എന്ത് ചെയ്തു, നമ്മുടെ ഗാന്ധിജി ഇന്ത്യൻസിനെ എൻകറേജ് ചെയ്തു. He was a symbol of uncompromising truth and his way of living was very simple and honest. നമുക്ക് എന്താണ് ഗാന്ധിജിയുടെ ആ ഒരു വസ്ത്രധാരണത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, എന്താണ് ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഹോണസ്റ്റ് ആയിട്ടുള്ള ലിവിംഗ് ആയിരുന്നു അവരുടെ ഗാന്ധിജിയുടെ. അതിനായിട്ട് എന്ത് ചെയ്തു, അദ്ദേഹം എല്ലാവരും പ്രേരിപ്പിച്ചു. ഓക്കെ,
ഗാന്ധിജീസ് ഇൻഫ്ലുവൻസ് ഓൺ പീപ്പിൾ വാസ് ഇമ്മൻസ്. അതായത് എന്താണ്, ഇമ്മൻസ് ആയിട്ട് പെട്ടെന്ന് തന്നെ റാപ്പിഡ് ആയിട്ട് എന്താണ് ഗാന്ധിജിയുടെ ഇൻഫ്ലുവൻസ് മൊത്തം ആൾക്കാരിൽ എന്ത് ചെയ്യാൻ തുടങ്ങി, പെട്ടെന്ന് സ്പ്രെഡ് ആവാൻ തുടങ്ങി. സം were partially influenced while others fully accepted his ideologies and changed them lives. അപ്പൊ കുറച്ച് പേരെന്താണ് ഭാഗികമായി മാത്രമേ അതിന് എന്ത് ചെയ്തുള്ളൂ, അക്സെപ്റ്റ് ചെയ്തുള്ളൂ. പക്ഷെ കുറെ അധികം ആൾക്കാർ എന്താണ് മുഴുവനായിട്ട് അവരെ ലൈഫ് സ്റ്റൈലും കാര്യങ്ങളൊക്കെ മാറി അവർ എന്ത് ചെയ്യാൻ തുടങ്ങി, ഗാന്ധിജിയുടെ ആ ഒരു പാത പിന്തുടരാൻ തുടങ്ങി. He wanted India to be free from British rule and to get rid of the social evils like sati, untouchability and child marriage. ഇത് ഓർത്തു വെക്കണം കേട്ടോ. ഓക്കെ, അതേപോലെ ഇന്ത്യയിലും മാറ്റങ്ങൾ വരണമെന്ന് അദ്ദേഹം എന്ത് ചെയ്തിരുന്നു, മനസ്സിലാക്കിയിരുന്നു. അതിൽ കുറച്ച് കാര്യങ്ങളാണ് ഈ പറയുന്നത്, നോക്കാം. നോക്കിക്കോളൂ. he wanted India to be free from British rule. അതായത് അദ്ദേഹത്തിന് എന്താണ് ബ്രിട്ടീഷ് റൂളിൽ നിന്ന് ഇന്ത്യനെ എന്ത് ചെയ്യണം, ഫ്രീ ആക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ അദ്ദേഹത്തിന് മാറ്റണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്ന കുറച്ച് കാര്യങ്ങളാണ്, നോക്കാം. ഗെറ്റ് റിഡ് ഓഫ് സോഷ്യൽ ഈവിൽസ് എന്നാണ് അവരെ പറയുന്നത്. എന്തൊക്കെയാണ്? സതി, അൺടച്ചബിലിറ്റി ആൻഡ് ചൈൽഡ് മാരേജ്. ഇതെല്ലാം ഇല്ലാതാക്കണം എന്ന് ആർക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു? നമ്മുടെ ഗാന്ധിജിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. ബാക്കി നോക്കാം. The main goal of the conquest was India is freedom and Gandhi's way of achieving it was through national unity, solving the problems of minorities and the depressed classes and fighting against untouchability. Okay, അതായത് അദ്ദേഹത്തിന്റെ മെയിൻ ഗോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഗോൾ ഓഫ് ദി കോൺക്വസ്റ്റ് വാസ് ഇന്ത്യാസ് ഫ്രീഡം. അതായത് ആ ഒരു കോൺക്വസ്റ്റിന്റെ മെയിൻ ആയിട്ടുള്ള ഗോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായിരുന്നു? ഇന്ത്യാസ് ഫ്രീഡം. എന്തൊക്കെയാണ് പറയുന്നത്? ഇന്ത്യയുടെ ഫ്രീഡം. പിന്നെ പറയുകയാണെങ്കിൽ ആൻഡ് ഗാന്ധിസ് വേ ഓഫ് അച്ചീവിംഗ് ഇറ്റ് വാസ് ത്രൂ നാഷണൽ യൂണിറ്റി. അതായത് ഗാന്ധിജിയുടെ വേ എങ്ങനെയായിരുന്നു? ആ ഒരു ഫ്രീഡം നേടിയെടുക്കാൻ വേണ്ടിയുള്ള ഗാന്ധിജിയുടെ വേ എങ്ങനെയായിരുന്നു? നാഷണൽ യൂണിറ്റി. എല്ലാവരും ഒരുമിച്ച് നിൽക്കാം, ഹാർമണി എന്നാണ്, യൂണിറ്റി വേണമെന്നാണ് ഗാന്ധിജി പറഞ്ഞിരുന്നത്. സോൾവിംഗ് ദ പ്രോബ്ലംസ് ഓഫ് മൈനോറിറ്റീസ് ആൻഡ് ദ ഡിപ്രസ്ഡ് ക്ലാസസ്. അതായത് മൈനോറിറ്റീസ് ആയവരും ഡിപ്രസ്ഡ് ക്ലാസ്, അതായത് എന്താണ്, അതെന്തായിരുന്നു? ക്ലാസ്സുകൾ ഉണ്ടായിരുന്നു. ഏറ്റവും താഴ്ന്ന ജാതി, മുന്തിയ ജാതി, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഡിപ്രസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾക്ക് എന്ത് ചെയ്യണം? അവരുടെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യുക. ആൻഡ് ഫൈറ്റിംഗ് അഗെയിൻസ്റ്റ് അൺടച്ചബിലിറ്റി, അതായത് അൺടച്ചബിലിറ്റിക്ക് എതിരെ എന്ത് ചെയ്യുക, ഫൈറ്റ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു എന്ത് ചെയ്യുന്നത് ഗാന്ധിജി മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്തിരുന്നത്. The British tried to keep India under control by spreading fear, but Gandhiji fought against this by asking people to give up titles and live simply. Okay, പിന്നെ പറയുന്ന കാര്യമാണത് ബ്രിട്ടീഷുകാർക്ക് എന്താണ്, ഇന്ത്യൻ എപ്പോഴും കൺട്രോളിൽ കൊണ്ടുവന്ന് നിർത്തണം. അതായത് എന്റെ അടിയിലായിരിക്കണം ഇന്ത്യ എന്നായിരുന്നു ആരുടെ ഇതിൽ മൈൻഡിലുണ്ടായിരുന്നത്, നമ്മുടെ ബ്രിട്ടീഷുകാരുടെ മൈൻഡിലുണ്ടായിരുന്നത്. പക്ഷെ ഗാന്ധിജി അവർക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നത്, ബ്രിട്ടീഷുകാരുടെ ആഗ്രഹം എന്തായിരുന്നു? എല്ലാവരുടെ ഇടയിലും എന്ത് പരത്തണം? ഫിയർ, പേടി പരത്തണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഗാന്ധിജി ഇതിനാണ് ആദ്യം കൊട്ടുകൊടുത്തത്. ഗാന്ധിജി എന്താണ് ചെയ്തത്? ബട്ട് ഗാന്ധിജി fought against this by asking people to give up titles and live simply. അതായത് ഇവരോരോ പദവി കൊടുത്തിരുന്നു. ബ്രിട്ടീഷുകാർ എന്താണ് ആൾക്കാർക്ക് ഓരോ പദവി കൊടുത്തിരുന്നു. ഇപ്പൊ ഈ സർ പദവി എന്നൊക്കെ പറയില്ല, അതേപോലെ ഓരോ പദവി കൊടുത്തിരുന്നു. അപ്പൊ ഗാന്ധിജി ആദ്യം പറഞ്ഞ എന്താണ്? ഗിവ് അപ്പ് ദ ടൈറ്റിൽസ്. അതായത് എന്താണ്? ആ ഒരു ടൈറ്റിൽസ് ഗിവ് അപ്പ് ചെയ്യാൻ, ടൈറ്റിൽസ് ഉപേക്ഷിക്കാനായിട്ട് പറയുന്നുണ്ട്. സിമ്പിൾ ആയി ജീവിക്കാനാണ് ഗാന്ധിജി പറഞ്ഞത്. ഗാന്ധി ഡ്രീംസ് ഫോർ ഇന്ത്യ വാസ് എ കൺട്രി വേർ പീപ്പിൾ ലിവ്ഡ് ഇൻ ഹാർമണി. ഗാന്ധിജിയുടെ ഡ്രീം എന്തായിരുന്നു? ഇന്ത്യനെ പറ്റിയുള്ള ഗാന്ധിജിയുടെ ഡ്രീം എന്തായിരുന്നു? വേർ പീപ്പിൾ ലിവ് ഇൻ ഹാർമണി. അതായത് പീപ്പിൾ എന്താണ് ഐക്യത്തോടുകൂടി, ഹാർമണിയോടുകൂടി ജീവിക്കണം. വിത്ത് നോ അൺടച്ചബിലിറ്റി, അൺടച്ചബിലിറ്റി അവിടെ പാടില്ല. നോ യൂസ് ഓഫ് ഡ്രഗ്സ് ആൻഡ് ആൽക്കഹോൾ, ആൽക്കഹോളോ ഡ്രഗ്സിന്റെ ഉപയോഗമോ പാടില്ല. ആൻഡ് ഇക്വാലിറ്റി ഫോർ ഓൾ, എല്ലാവർക്കും എന്താണ് തുല്യത വേണം എന്നായിരുന്നു ആരുടെ ആഗ്രഹം? ഗാന്ധിജിയുടെ ആഗ്രഹമായിട്ട് ഉണ്ടായിരുന്നത്. ഓക്കെ, he was proud of Indian culture but also accepted good things from other cultures. അപ്പൊ എന്താണ്? അദ്ദേഹത്തിന് ഓൾറെഡി മറ്റുള്ള കൾച്ചർ എല്ലാം അക്സെപ്റ്റ് ചെയ്യുന്നു. പക്ഷെ അദ്ദേഹം വളരെയധികം പ്രൗഡ് ആയിരുന്നു ആരുടെ കൾച്ചറിനായിരുന്നു? ഇന്ത്യൻ കൾച്ചറിൽ അദ്ദേഹം വളരെയധികം പ്രൗഡ് ആയിരുന്നു. ഓക്കെ, he wanted people to be proud of their heritage while still learning from others. Nehru concludes that Gandhi's influence on Indians was profound because he understood their psychology and helped them change their mindset. അതായത് നെഹ്റു എങ്ങനെയാണ് കൺക്ലൂഡ് ചെയ്യുന്നത്? ഗാന്ധിജി എന്ത് ചെയ്തു? ഇൻഫ്ലുവൻസ് ഓൺ ഇന്ത്യൻസ്, അതായത് ഇന്ത്യൻസിന് എന്താണ് മൈൻഡാണ് ആര് ഇൻഫ്ലുവൻസ് ചെയ്തത്? ഗാന്ധിജി ഇൻഫ്ലുവൻസ് ചെയ്തത്. പ്രൊഫൗണ്ട് ബിക്കോസ് ഹി അണ്ടർസ്റ്റുഡ് ദെയർ സൈക്കോളജി, അവരുടെ സൈക്കോളജി, ഇന്ത്യൻസിന്റെ സൈക്കോളജി മനസ്സിലാക്കി ആ ഒരു മൈൻഡ് സെറ്റ് ആണ് ആര് ഇൻഫ്ലുവൻസ് ചെയ്തത്? നമ്മുടെ ഗാന്ധിജി ഇൻഫ്ലുവൻസ് ചെയ്തതെന്നാണ് ആര് പറയുന്നത്? നമ്മുടെ നെഹ്റു പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിന്റെ നറേഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിൽ നിന്ന് വരുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഇമാജിൻ ദാറ്റ് യു ആർ എ സ്കൂൾ ലീഡർ. In connection with Gandhi Jayanti celebration, you are asked to present a speech on the role of Gandhis in referring psychological change in society. അതായത് ഗാന്ധിജിയുടെ എന്താണ് ആ ഒരു സൈക്കോളജി, ഈ ഒരു സൊസൈറ്റിയിൽ ഉണ്ടാക്കിയ ഒരു സൈക്കോളജിക്കൽ ചേഞ്ച് എന്തായിരുന്നു? ആ ഒരു ടോപ്പിക്കിനെ പറ്റിയിട്ട് ഗാന്ധി ജയന്തി അന്ന് നിങ്ങളോട് എന്ത് ചെയ്യാൻ പറഞ്ഞേക്കാണ്? ഒരു സ്പീച്ച് പറയാൻ പറഞ്ഞേക്കാണ്. അപ്പൊ ആ സ്പീച്ച് നോക്കാം. സ്പീച്ചിന് ഞാൻ നേരത്തെ ഇതിനു മുമ്പുള്ള ക്ലാസ്സിൽ പറയുന്ന ഒരു സല്യൂട്ടേഷൻ കൊടുക്കണം. റെസ്പെക്റ്റഡ് ടീച്ചേഴ്സ് ആൻഡ് ഡിയർ ഫ്രണ്ട്സ് കൊണ്ടൊരു സല്യൂട്ടേഷൻ കൊടുത്തിട്ടുണ്ട്. ഇനി നോക്കാം. Today we are
celebrating Gandhi Jayanti, a day to remember the birth of our nation's father Mahatma Gandhi. Okay, അപ്പൊ എന്താണ് നമ്മൾ ഇന്ന് സെലിബ്രേറ്റ് ചെയ്യുന്നത്? എന്താണ്? ഗാന്ധി ജയന്തിയാണ്. അത് ആരെ ഓർക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറയുന്നത്? മഹാത്മാഗാന്ധിനെ ഓർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗാന്ധി ജയന്തി ആയിട്ട് നമ്മൾ എന്താണ് ഇന്ന് സെലിബ്രേറ്റ് ചെയ്യാണ്. ആസ് വി നോ, ഗാന്ധിജി വാസ് എ സ്ട്രോങ് ബിലീവർ ഇൻ പവർ ഓഫ് നോൺ വയലൻസ് ആൻഡ് ട്രൂത്ത്. അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ് ഗാന്ധിജി എന്താണ് ബിലീവ് ചെയ്തിരുന്നത്? പവർ ഓഫ് നോൺ വയലൻസ്. അതെന്താണ്? നോൺ വയലൻസിന്റെയും അതേപോലെ തന്നെ ട്രൂത്തിന്റെയും പവറിലാണ് ആര് വിശ്വസിച്ചിരുന്നത്? ഗാന്ധിജി വിശ്വസിച്ചിരുന്നത്. ഹി യൂസ്ഡ് ദിസ് വാല്യൂസ് ആസ് എ പവർഫുൾ ടൂൾ ടു ഫൈറ്റ് അഗെയിൻസ്റ്റ് ദ ബ്രിട്ടീഷ് ആൻഡ് അവർ ഓൺ സോഷ്യൽ ഇവിൽസ്. അതായത് എന്താണ് അദ്ദേഹം എന്താണ് ഈ വാല്യൂസ് എല്ലാം, അതായത് എന്താണ് ഈ നോൺ വയലൻസിന്റെ അതുപോലെ ട്രൂത്തിന്റെ ഈ ഒരു വാല്യൂസ് എല്ലാം അദ്ദേഹം യൂസ് ചെയ്തത് എന്തിനു വേണ്ടി? എന്തിന് അഗെയിൻസ്റ്റ് ആയിട്ടായിരുന്നു? ബ്രിട്ടീഷ് റൂളിന് അഗെയിൻസ്റ്റ് ആയിട്ടും അതേപോലെ തന്നെ എന്താണ് നമ്മളുടെ നാട്ടിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു സോഷ്യൽ ഇവിൽസ് ലൈക്ക് എന്താണ് സതി, അൺടച്ചബിലിറ്റി, അങ്ങനെയുള്ള ചൈൽഡ് മാരേജ്, ഇങ്ങനെയുള്ള സോഷ്യൽ ഇവിൽസിന് എതിരായിട്ടും അദ്ദേഹം യൂസ് ചെയ്തിരുന്ന ഒരു ടൂള് എന്തായിരുന്നു? നോൺ വയലൻസ് ആൻഡ് ട്രൂത്ത് ആയിരുന്നു മെയിൻ ആയിട്ട് യൂസ് ചെയ്തിരുന്ന ആ ഒരു ടൂൾ എന്ന് പറയുന്നത്. ഡ്യൂറിംഗ് ദ ഫ്രീഡം സ്ട്രഗിൾ ഗാന്ധിജി വർക്ക് ക്ലോസ്ലി വിത്ത് പീപ്പിൾ. അതായത് ആ ഒരു ഫ്രീഡം സ്ട്രഗിൾ ആ ഒരു പീരീഡിൽ എന്താണ് ഗാന്ധി ആൾക്കാരോട് ഭയങ്കര ക്ലോസ് ആയിട്ടാണ് എന്ത് ചെയ്തത്? വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അണ്ടർസ്റ്റാൻഡിംഗ് ദെയർ പ്രോബ്ലംസ് ലൈക്ക് സൈക്കോളജിസ്റ്റ് വുഡ് ഹി ഐഡന്റിഫൈ ദ റൂട്ട് കോസ് ദെയർ സ്ട്രഗിൾസ്. ഓക്കെ, അപ്പൊ എന്താണ് ഒരു സൈക്കോളജിസ്റ്റ് എങ്ങനെയാണോ മറ്റുള്ളവരുടെ പ്രോബ്ലങ്ങൾ മനസ്സിലാക്കി അതിനുള്ള സൊല്യൂഷൻ കൊടുക്കുന്നത്, അതേപോലെ തന്നെയാണ് ഗാന്ധിജി എന്ത് ചെയ്തത്? അദ്ദേഹം മറ്റുള്ളവരുടെ പ്രോബ്ലംസ് കേട്ടിട്ട് അവർക്കുള്ള പരിഹാരമായിട്ട് എന്താണ് സ്വാതന്ത്ര്യം നേടിക്കൊടുത്തത്? എന്തുകൊണ്ടാണ്? അവരുടെ ആ ഒരു സൈക്കോളജി മനസ്സിലാക്കിയതിനു ശേഷമാണ് ഗാന്ധിജി അങ്ങനെ ചെയ്തത്. ഓക്കെ, ബാക്കി നോക്കാം. He helped people see the reasons behind their fear and its consequences and gave them solutions to overcome it. Okay, അപ്പോൾ അദ്ദേഹം എന്താണ് ചെയ്തത്? അവരുടെ എന്തുകൊണ്ടാണ് അവർ ആ ഒരു കോൺസിക്വൻസസിനുള്ള കാരണം അതൊക്കെ മനസ്സിലാക്കിയതിനു ശേഷം എന്താണ് ആ ഒരു ഫിയർ ഇല്ലാതാക്കാനും അതെല്ലാം ഓവർകം ചെയ്യാൻ ആരാണ് സഹായിച്ചത്? നമ്മുടെ ഗാന്ധിജിയാണ് സഹായിച്ചത്. In doing so, he prepared the people of India to fight for their freedom. അപ്പൊ എന്താണ് ഈ സമയത്ത് തന്നെ അദ്ദേഹം എന്ത് ചെയ്തു? ഇന്ത്യയിലെ ആൾക്കാർ എന്ത് ചെയ്താണ്? അവരുടെ ഫ്രീഡത്തിന് വേണ്ടി ഫൈറ്റ് ചെയ്യാനായിട്ട് അവർ എന്ത് ചെയ്തു? അദ്ദേഹം പ്രിപ്പയർ ആക്കി. ഓക്കെ, ബാക്കി നോക്കാം. ഗാന്ധിസ് അപ്രോച്ച് വാസ് യൂണിക് ആൻഡ് പവർഫുൾ. ഗാന്ധിയുടെ അപ്രോച്ച് എന്താണ്? ഭയങ്കര യൂണിക് ആൻഡ് പവർഫുൾ ആയിട്ടുള്ള അപ്രോച്ച് ആയിരുന്നു. He showed that as non-violence is not weakness but a strength. പറയാണ് നോൺ വയലൻസ് എന്ന് പറയുന്ന ഒരു വീക്ക്നെസ് അല്ല, അതൊരു സ്ട്രെങ്ത് ആണെന്ന് പറഞ്ഞ് നമ്മളെ പഠിപ്പിച്ചെന്നൊരു വ്യക്തിയാണ് ആര്? നമ്മുടെ മഹാത്മാഗാന്ധി എന്ന് പറയുന്നത്. ഇപ്പൊ എല്ലാവർക്കും എന്താണ് എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഓടിക്കേറി തല്ല, അങ്ങനെയല്ല. അപ്പോഴും എന്താണ് നമ്മൾ നോൺ വയലൻസ് കീപ്പ് ചെയ്ത് അവിടെ നിൽക്കണം എന്നുള്ളതായിരുന്നു ആരുടെ മൈൻഡിലുണ്ടായിരുന്നത്? നമ്മുടെ മഹാത്മാഗാന്ധിയുടെ മൈൻഡിലുണ്ടായിരുന്നത്. He proved that truth and non-violence can be a potent combination to bring about the change. അപ്പോ അദ്ദേഹത്തിന്റെ ഈ മൈൻഡിലുള്ള അദ്ദേഹത്തിന്റെ ഐഡിയോളജി എന്തായിരുന്നു? ട്രൂത്തും അതേപോലെ തന്നെ നോൺ വയലൻസും ഒരുമിച്ച് കൊണ്ടുപോയി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ചേഞ്ച് ഉണ്ടാക്കാൻ സാധിക്കും എന്നായിരുന്നു ആരുടെ മൈൻഡിൽ ഉണ്ടായിരുന്നത്? നമ്മുടെ ഗാന്ധിജിയുടെ മൈൻഡിൽ ഉണ്ടായിരുന്നത്. As we celebrate Gandhi Jayanti, let's remember his values and teaching and strive to make our nation better place. Thank you. അപ്പൊ എന്താണ് ഇന്ന് നമ്മൾ എന്ത് ചെയ്യണം? ഗാന്ധിജയന്തി സെലിബ്രേറ്റ് ചെയ്യണം. അപ്പൊ ഇന്നത്തെ ദിവസം എന്ത് ചെയ്യണം? അദ്ദേഹത്തിന്റെ വാല്യൂസും കാര്യങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്യണം? ഓർത്തെടുത്ത് നമ്മുടെ നേഷൻ എന്താക്കണം? ഒരു ബെറ്റർ പ്ലേസ് ആക്കി മാറ്റണം എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു സ്പീച്ച് അവസാനിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് വേറൊരു ചോദ്യം കൂടി ഉണ്ട്, നോക്കാം. You got inspired by Gandhiji after reading the extract and then Gandhi came, so you decided to write to the editor of prominent daily to spare a column every day to publish the relevance of Gandhi ideals in present day in India. അതായത് the relevance of Gandhian ideals in present day in India എന്ന് പറയുന്ന ടോപ്പിക്കിൽ എന്താണ് എല്ലാ ദിവസവും എന്താണ് ഒരു കോളം പോണെന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്താണ് ഒരു ന്യൂസ് പേപ്പറിൽ ഒരു എഡിറ്റർക്ക് എന്താണ് ഒരു ലെറ്റർ അയക്കണം. അപ്പൊ അതെന്താണ്? ഒരു ഫോർമൽ ലെറ്റർ ആയിരിക്കും. എന്തായിരിക്കും? ഒരു ഫോർമൽ ലെറ്റർ ആയിരിക്കും. അപ്പൊ ഈ ഒരു ഫോർമൽ ലെറ്റർ അയക്കാനാണ് ഈ ഒരു ക്വസ്റ്റ്യൻ വന്നേക്കണം. അപ്പൊ അതെങ്ങനെ ചെയ്യും നമുക്ക് നോക്കാം. ഫോർമൽ ലെറ്ററിന്റെ ഓൾറെഡി ഫോർമാറ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒന്നുകൂടി നമുക്ക് പറയാം. ഫോർമൽ ലെറ്ററിൽ നമുക്ക് ഫസ്റ്റ് എന്ത് വേണം? ഫ്രം അഡ്രസ് വേണം. എന്ത് വേണം? ഫ്രം അഡ്രസ് വേണം. അപ്പോ പണ്ട് നിങ്ങൾ എന്ത് ചെയ്യായിരുന്നു? ഇവിടെ ഫ്രം, ഇവിടെ ടു, ഇവിടെ ഡേറ്റ് അങ്ങനെ കൊടുക്കായിരുന്നു. അങ്ങനെ ഒന്നും കൊടുക്കണ്ട, നിങ്ങൾ കുറച്ചും കൂടി വലുതായില്ലേ. ഓക്കെ, അപ്പൊ നിങ്ങൾ അങ്ങനെ കൊടുക്കേണ്ട കാര്യമില്ല. ഇത് വേണ്ട കേട്ടോ, ഇത് വേണ്ട. ഞങ്ങൾക്ക് ജസ്റ്റ് എഴുതി കാണിച്ചതാണ്, അങ്ങനെ ചെയ്യാൻ പാടില്ല. ജസ്റ്റ് എന്ത് ചെയ്യാം? നിങ്ങളുടെ പേര് എഴുതാം, സെക്കൻഡ് സ്ട്രീറ്റ് ബാംഗ്ലൂർ, പിന്നെ ജസ്റ്റ് ഒരു നമ്പർ, പിന്നെ ഡേറ്റ് കൊടുക്കാം. ഡേറ്റ് ഞാൻ ഓൾറെഡി പറയുന്നത് എന്ത് ചെയ്യാം? നമുക്ക് ആ ഒരു മാസം കറക്റ്റ് ആയിട്ട് വേർഡ്സിൽ തന്നെ കൊടുക്കാം. പിന്നെ ടു അഡ്രസ് ആർക്കാണോ? ദ എഡിറ്റർ, ദ ഇന്ത്യൻ എക്സ്പ്രസ്, മുംബൈ. കഴിഞ്ഞ് ഡിയർ സാർ എന്ന് പറഞ്ഞിട്ട് ഡിയർന്ന് കൊടുക്കണം നിർബന്ധമില്ല, സാറിന് കൊടുത്താലും മതി. എന്താണ് നമ്മൾ ലെറ്റർ സ്റ്റാർട്ട് ചെയ്യാണ്. ഇതാണ് സല്യൂട്ടേഷൻ കേട്ടോ. സല്യൂട്ടേഷൻ എന്തായാലും കൊടുക്കണം കേട്ടോ. സല്യൂട്ടേഷൻ എന്തായാലും എന്തിനു കൊടുക്കണം? ലെറ്ററിന് കൊടുക്കണം. സല്യൂട്ടേഷൻ നോക്കാം.
I am Arjun, a +2 student at ABC International School. ഞാൻ എന്താണ്, എൻ്റെ പേര് അർജുൻ എന്നാണ്. ഞാൻ +2 സ്റ്റുഡന്റ് ആണ് ABC International School. അത് നമ്മൾ സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. I am writing to express my admiration for Mahatma Gandhi's ideals and teachings, which I believe are very relevant today. അപ്പൊ എന്താണ് ഇനി എഴുതുന്ന കാര്യം എന്താണെന്ന് പറയാം. ഓക്കെ, കാര്യം എന്താണെന്ന് നോക്കാം. എന്താണ്? I am writing to express my admiration for Mahatma Gandhi's ideals and teaching which I believe are very relevant today എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് പറയാണ്. ബാക്കി നോക്കാം. Unfortunately, people are forgetting the importance of values and principles that lead to harmonious life. ഓക്കെ, അപ്പൊ ഇതിൽ ജസ്റ്റ് പറയുന്നത് എന്താണ്, എന്തൊക്കെ കാര്യങ്ങളാണോ അതിൽ വേണ്ടത്. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എന്താണ് ഒരു ഫോർമാറ്റിൽ എന്തൊക്കെ കാര്യങ്ങളാണോ നേരത്തെ നറേഷനിൽ പറഞ്ഞ കാര്യങ്ങളാണ് വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് വരുന്നത്. ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. അപ്പൊ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, നിങ്ങളൊന്ന് വായിച്ചു നോക്കിയാൽ മതി. ലാസ്റ്റ് എന്ത് ചെയ്യണം, യു ആർ സിൻസിയർലി അർജുൻ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യണം, അത് വൈൻഡ് അപ്പ് ചെയ്യണം. ഇത്രയും കാര്യങ്ങളാണ് എന്തിൽ വരുന്നത്, ഫോർമുലറ്റിൽ വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ ഫോർമാറ്റുകൾ വീണ്ടും ശ്രദ്ധിക്കുക കേട്ടോ. ഫോർമാറ്റുകൾ എന്ത് ചെയ്യുക, വീണ്ടും ശ്രദ്ധിക്കുക. ഇവിടെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി, സബ്ജക്റ്റും കൂടി ആഡ് ചെയ്യണം കേട്ടോ. സബ്ജക്റ്റും കൂടി എന്ത് ചെയ്യണം, നിങ്ങൾ ആഡ് ചെയ്യണം കേട്ടോ. എന്തിനാണ് ലെറ്റർ അയക്കുന്നത് എന്നുള്ള ഒരു സബ്ജക്റ്റും കൂടി എന്ത് ചെയ്യണം, അതിൽ ആഡ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഫോർമുലറ്ററിൽ വേണ്ടത്. ഫ്രം അഡ്രസ് വേണം, ഡേറ്റ് വേണം, ടു അഡ്രസ് വേണം, സല്യൂട്ടേഷന് മുമ്പ് സബ്ജക്റ്റ് കൊടുക്കുക, സബ്ജക്റ്റ് സല്യൂട്ടേഷൻ. ഇത്രയും കാര്യങ്ങളാണ് എന്തിൽ വേണ്ടത്, ഈ ഒരു ലെറ്ററിൽ വേണ്ടത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിചാരിക്കണം. നമ്മൾ ഇതിനു മുമ്പ് എന്ത് പറഞ്ഞിരുന്നു, സ്പീച്ച് പറഞ്ഞിരുന്നു. അതേപോലെ തന്നെ നമ്മൾ നറേഷൻ ആണ് പിന്നെ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ നറേഷൻ പഠിച്ചു പോവാ. നറേഷൻ പഠിച്ചു പോയാൽ തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം ക്വസ്റ്റ്യൻസുകൾ ആൻസർ ചെയ്യാൻ പറ്റും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നറേഷനും ലെറ്ററും അതേപോലെ തന്നെ സ്പീച്ചും ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കണം. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ അടിയിൽ കമന്റ് ചെയ്യാം. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.